നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. IAS തലപ്പത്തെ തർക്കത്തിൽ മുഖ്യമന്ത്രി കർശന തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ ജാതി രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കാര്യലാഭത്തിന് വേണ്ടി എന്തും പറയുന്നുവെന്നും MV ഗോവിന്ദൻ. മലയാളി യുവാക്കളെ പെറുക്കിയെന്ന് അധിക്ഷേപിച്ചതിന് പിന്നാലെ മലയാളി എഴുത്തുകാർക്കെതിരെ സാഹിത്യകാരൻ B ജയമോഹൻ. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലാണെന്ന് AK ബാലൻ. K മുരളീധരൻ മാന്യനായ രാഷ്ട്രീയ നേതാവാണെന്ന് K സുരേന്ദ്രൻ. പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കത്ത് നേരത്തെ തന്നെ വാട്സപ്പിൽ കിട്ടിയിരുന്നുവെന്ന് K മുരളീധരൻ. ചേലക്കരയിൽ PV അൻവറിന്റെ DMKയുടെ പ്രതികാര റോഡ് ഷോയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ്. വാർത്തകൾ വിശദമായി. IAS തലപ്പത്തെ തർക്കത്തിൽ മുഖ്യമന്ത്രി കർശന തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. IAS തലപ്പത്തെ തർക്കത്തിൽ മുഖ്യമന്ത്രി കർശന തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. IAS രംഗത്തുണ്ടായ പ്രശ്നങ്ങളെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. ഏതു വിധത്തിലും പ്രവർത്തിക്കാമെന്ന തരത്തിൽ ഉദ്യോഗസ്ഥരെ അഴിച്ചുവിടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നടപടിക്രമങ്ങൾക്കും സംവിധാനങ്ങൾക്കും അനുസരിച്ച് തന്നെ ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകണം. അതിനെതിരായി പ്രവർത്തിക്കുന്നത് എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും നടപടി ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ട ചട്ടങ്ങളും രീതികളുമുണ്ട്. അത് പുലർത്തിയില്ലെങ്കിൽ സർവീസിന് നിരക്കാത്ത കാര്യമായി കാണും. നിലവിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ അഭിപ്രായം ലഭ്യമാക്കും. കൃത്യമായ നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. ആരോടെങ്കിലും പ്രത്യേകിച്ച് പ്രീണനമോ വിവേചനമോ ഉണ്ടാകില്ല. കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുമെന്നും കെ രാജൻ വ്യക്തമാക്കി. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ ജാതി രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കാര്യലാഭത്തിന് വേണ്ടി എന്തും പറയുന്നുവെന്നും MV ഗോവിന്ദൻ. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കാര്യലാഭത്തിന് വേണ്ടി എന്തും പറയുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ജാതി രാഷ്ട്രീയം പറയുകയാണ് അദ്ദേഹം. കുഴൽനാടന് നിലവാരമുണ്ടെന്നാണ് ഇതുവരെയും കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തരംതാണ പ്രസ്താവനയിലൂടെ ഒരു നിലവാരവും ഇല്ല എന്ന് കുഴൽനാടൻ തെളിയിച്ചു. നിലയും വിലയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ചേലക്കരയിലെ വോട്ടർമാർ മറുപടി പറയും. മലയാളി യുവാക്കളെ പെറുക്കിയെന്ന് അധിക്ഷേപിച്ചതിന് പിന്നാലെ മലയാളി എഴുത്തുകാർക്കെതിരെ സാഹിത്യകാരൻ B ജയമോഹൻ. മലയാളി യുവാക്കളെ പെറുക്കിയെന്ന് അധിക്ഷേപിച്ചതിന് പിന്നാലെ മലയാളി എഴുത്തുകാർക്കെതിരെയും സാഹിത്യകാരൻ B ജയമോഹൻ. മലയാളി എഴുത്തുകാർ തമിഴ്നാട്ടിലെ കാടുകളിൽ മദ്യപിച്ച് ബിയർ കുപ്പികൾ വലിച്ചെറിയുന്നവരാണെന്ന് ആണ് പരാമർശം. ഷാർജ പുസ്തകോത്സവത്തിൽ മലയാളി യുവാക്കളെ കുറിച്ചുള്ള പരാമർശം സംബന്ധിച്ച ചോദ്യത്തോടാണ് പ്രതികരണം. സ്വത്വത്തെ വിമർശിച്ചാൽ പ്രകോപിതരാകുന്നവർ നിലവാരമില്ലാത്തവരാണ്. തമിഴ്നാട്ടുകാരെയും താൻ വിമർശിച്ചിട്ടുണ്ടെന്നും B ജയമോഹൻ പറഞ്ഞു. എഴുത്തുകാരൻ എന്ന നിലയിൽ തനിക്ക് ആരുടെയും അംഗീകാരം വേണ്ട. ആരെന്തു പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ലെന്നും ജയമോഹൻ പറഞ്ഞു. പെറുക്കി എന്ന വാക്കിന് താൻ കൊടുത്ത അർത്ഥം നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കാത്ത ആൾ എന്നാണ് ഉദ്ദേശിച്ചത്. കേരളത്തിലെ കൂടുതൽ മലയാളികൾ ബോട്ടിൽ എറിയുന്നത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയല്ലോ. അതിൽ സന്തോഷമുണ്ടെന്ന് B ജയമോഹൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏത് കാട്ടിലും ലിക്കർ നിരോധിച്ചിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ്. അങ്ങനെയിരിക്കെ കാടുകളിൽ മദ്യപിച്ച് കുപ്പികൾ വലിച്ചെറിയുന്നവരെ പ്രകീർത്തിച്ച് സിനിമ ചിത്രീകരിച്ചാൽ പ്രതിഷേധിക്കുക തന്നെയാണ് വേണ്ടതെന്ന് B ജയമോഹൻ പറഞ്ഞു. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലാണെന്ന് AK ബാലൻ. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലാണെന്ന് AK ബാലൻ. K മുരളീധരൻ വരെ ഇക്കാര്യം സമ്മതിച്ചു കഴിഞ്ഞു. LDFിന്റെ വിജയം അട്ടിമറിക്കാനാണ് ചിറ്റൂരിൽ സ്പിരിറ്റ് ഇറക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചനയാണ് UDF നടത്തുന്നത്. സംശയമുള്ള എല്ലാ സ്ഥലത്തും പോലീസും എക്സൈസും ഇലക്ഷൻ കമ്മീഷനും പരിശോധന നടത്തണമെന്ന് AK ബാലൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പൊട്ടിത്തെറിയുടെ വക്കീലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ തെളിവാണ് LDF സ്ഥാനാർത്ഥിക്ക് K മുരളീധരൻ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്. താൻ വ്യക്തിക്ക് വേണ്ടിയല്ല വോട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞതോടെ എല്ലാം എല്ലാവർക്കും ബോധ്യമായെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ
ഹായ്. What a surprise! ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. കെ മുരളീധരൻ മാന്യനായ രാഷ്ട്രീയ നേതാവാണെന്ന് കെ സുരേന്ദ്രൻ. കെ മുരളീധരൻ മാന്യനായ രാഷ്ട്രീയ നേതാവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുരളീധരനെയും മുരളീധരന്റെ മാതാവിനെയും അപമാനിച്ചിട്ടും പാർട്ടി പറഞ്ഞപ്പോൾ മുരളീധരൻ പാലക്കാട്ടേക്ക് എത്തിയെന്നും മനസ്സ് വിങ്ങിയാണ് മുരളീധരൻ പാലക്കാട്ട് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പറഞ്ഞപ്പോൾ മുരളീധരൻ മാന്യതയാണ് കാണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് ആധികാരിക വിജയം BJP നേടുമെന്നും ചേലക്കരയിൽ അട്ടിമറി വിജയം കൈവരിക്കുമെന്നും സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം പത്തനംതിട്ടയിൽ CPIMന്റെ അഡ്മിനാണ് രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും കഴിഞ്ഞ തവണ പരീക്ഷിച്ചു നടപ്പിലാക്കിയ അന്തർധാര ശക്തമാക്കാനുള്ള ശ്രമമാണിതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. CPIMന്റെ ഇരട്ടത്താപ്പ് വോട്ടർമാർക്ക് മനസ്സിലാകും. LDFും UDFും ഒരുമിച്ച് നിന്ന സ്ഥലങ്ങളിൽ BJPക്ക് നേട്ടം ഉണ്ടാകാറുണ്ടെന്നും ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. മുനമ്പത്ത് BJP മുതലെടുപ്പിന് ശ്രമിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം വിഷയം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, എന്നാൽ വിഷയത്തിൽ BJP മുതലെടുപ്പിന് ശ്രമിക്കുന്നില്ല. മുനമ്പം നിവാസികൾക്ക് വായ്പ എടുക്കാനും നികുതി അടക്കാനും സൗകര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട സുരേന്ദ്രൻ ഇവരെ കുടിയൊഴിപ്പിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പെന്നും ചോദിച്ചു. പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കത്ത് നേരത്തെ തന്നെ വാട്സപ്പിൽ കിട്ടിയിരുന്നുവെന്ന് കെ മുരളീധരൻ. പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കത്ത് നേരത്തെ തന്നെ വാട്സപ്പിൽ കിട്ടിയിരുന്നുവെന്നും പ്രഖ്യാപനം വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തെന്നും വെളിപ്പെടുത്തി കെ മുരളീധരൻ. അത്തരത്തിൽ ഡിലീറ്റ് ചെയ്യാത്തവരുടെ കയ്യിൽ നിന്നായിരിക്കും കത്ത് ചോർന്നതെന്ന പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വിയോജിപ്പുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. നേതാക്കൾ കൂടിയാലോചന നടത്തിയില്ല എന്ന പരാതിയാണ് ഉണ്ടായിരുന്നെങ്കിലും മുഖം വീർപ്പിച്ച് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് പ്രചരണത്തിന് വന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ആ കത്ത് സംബന്ധിച്ച് ചർച്ച നടത്താം. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന. മുരളീധരന്റെ മനസ്സ് വേദനിപ്പിച്ചു എന്ന ചർച്ച ഇപ്പോൾ വേണ്ടെന്നും UDF ജയിക്കണമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് ശക്തമായ പ്രചരണമാണ് പാലക്കാട് UDF നടത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ട്രോളിയിൽ പണം കടത്തിയെന്ന CPM ആരോപണം BJPയെ സഹായിക്കാനാണ്. ഈ വിവാദത്തോടെ കൊടകര കള്ളപ്പണം ചർച്ചയില്ലാതായ സാഹചര്യമുണ്ടായി. മുനമ്പം വിഷയം BJPക്ക് ഉപയോഗപ്പെടുത്താൻ CPM അവസരം കൊടുക്കുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വീടുകൾ കയറി കത്ത് നൽകിയാണ് BJP. സമൂഹത്തെ വിഭജിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിലപ്പോകില്ല. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പോലെയാകില്ല വരുന്ന നിയമസഭയിലേക്കെന്നും പൂർണ്ണമായി ഹൈക്കമാൻഡിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ചേലക്കരയിൽ PV അൻവറിന്റെ DMKയുടെ പ്രതികാര റോഡ് ഷോയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ്. ചേലക്കരയിൽ PV അൻവറിന്റെ DMKയുടെ പ്രതികാര റോഡ് ഷോയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ്. 3-ലധികം വാഹനങ്ങൾ നിരത്തിലിറക്കി പ്രശ്നമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരേ സമയം 3 പ്രചരണ വാഹനങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ചേലക്കരയിൽ പ്രകടനത്തിനുള്ള അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതികാര റോഡ് ഷോ നടത്തിയത്. 30 പ്രചരണ ലോറികളുമായാണ് റോഡ് ഷോ നടത്തിയത്. പോലീസ് വാഹനം തടഞ്ഞതോടെ DMK പ്രവർത്തകർ LDFന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഓഫീസിലെ കവാടത്തിനും ബോർഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പോലീസ് വാഹനം തടഞ്ഞതോടെയാണ് പ്രകോപിതരായ DMK പ്രവർത്തകർ LDFന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചത്. കെ രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയച്ചത് ഒരു ദളിത് മുഖ്യമന്ത്രിയുടെ സാധ്യത ഇല്ലാതാക്കാനാണെന്ന് മാത്യു കുഴഞ്ഞാടൻ MLA. കേരളത്തിൽ ഒരു ദലിത് മുഖ്യമന്ത്രിയുടെ സാധ്യത ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ രാധാകൃഷ്ണനെ ഡൽഹിക്ക് അയച്ചതെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ പരാമർശം. ഈ തിരഞ്ഞെടുപ്പിൽ ചേലക്കര ഇതിന് മറുപടി നൽകുമെന്നും കുഴൽനാടൻ പ്രതികരിച്ചു. EMS മന്ത്രിസഭയിൽ തുടങ്ങി ഇതുവരെയും പട്ടികജാതി വിഭാഗത്തിൽ മന്ത്രിമാരുണ്ടായിരുന്നു. ഇതാണ് പിണറായി ഇല്ലാതാക്കിയതെന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കേണ്ടി വന്നാൽ
മുഖ്യമന്ത്രി കെ രാധാകൃഷ്ണനാണെന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നു തന്നെ മാറ്റി നിർത്തിയതെന്നും കുഴൽനാടൻ ആരോപിച്ചു. ഒരിടവേള. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു വന്ന വഴികൾ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിലൂടെയാകാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ ഉള്ളിടത്തിലേക്ക് എത്തിയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പൂർവികർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചവരാകാം. സ്വയം ജീവിതം കരുപ്പിടിപ്പിച്ചവരാകാം. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തവർ മനസ്സ് തുറക്കുന്ന പിന്നിട്ട വഴികൾ ഇനി മുതൽ സ്ത്രീപുരുഷ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പിന്നിട്ട വഴികൾ തുറന്നു പറയാം. ഞങ്ങളുടെ ക്യാമറകൾ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട CPM ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണ വീഡിയോ വന്ന സംഭവത്തിൽ പാർട്ടി ഇനിയും പരാതി നൽകിയില്ല. പത്തനംതിട്ട CPIM ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണ വീഡിയോ വന്ന സംഭവത്തിൽ പാർട്ടി ഇനിയും പരാതി നൽകിയില്ല. ഹാക്കിംഗ് എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞെങ്കിലും അഡ്മിന്മാരിൽ ഒരാളാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് വ്യക്തമായി. വീഡിയോ വന്നതോടെ ജില്ലാ കമ്മിറ്റി അഡ്മിൻ പാനൽ അഴിച്ചുപണിയുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന ചിലരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതി നൽകും എന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വം ആവർത്തിക്കുന്നത്. സംസ്ഥാന നേതൃത്വവും വിവരങ്ങൾ തേടിയിരുന്നു. ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ വീഡിയോ പോസ്റ്റ് ചെയ്തെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വിശദീകരിച്ചിരുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇനിയും പരാതി നൽകിയിട്ടില്ല. UDF കാലത്ത് സീപ്ലെയിൻ പദ്ധതിയെ LDF എതിർത്തുവെന്നും ആ പദ്ധതിയാണ് ഇപ്പോൾ പൊടി തട്ടിയെടുത്തതെന്നും K മുരളീധരൻ. UDF കാലത്ത് സീപ്ലെയിൻ പദ്ധതിയെ LDF എതിർത്തുവെന്നും ആ പദ്ധതിയാണ് ഇപ്പോൾ പൊടി തട്ടിയെടുത്തതെന്നും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പദ്ധതി തടസ്സപ്പെടുത്താൻ സമരം ചെയ്തവർ ഇന്ന് ചിത്രത്തിൽ ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു. തടസ്സപ്പെടുത്തിയവർ നടപ്പാക്കിയിട്ട് തങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതി 11 വർഷം മുമ്പ് വരേണ്ടതായിരുന്നു. സീപ്ലെയിൻ പദ്ധതി ഇത്രയും വൈകിപ്പിച്ചതിന് മുഖ്യമന്ത്രി ക്ഷമ പറയണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ വികസനത്തെ കാണുന്നില്ല. UDF ഭരിക്കുമ്പോൾ ഒരു നയവും LDF ഭരിക്കുമ്പോൾ മറ്റൊരു നയവും ശരിയല്ല എന്ന നിലപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചേലക്കര പരമ്പരാഗത LDF സീറ്റ് അല്ലെന്നും തിരിച്ചുപിടിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ചേലക്കര UDF തിരിച്ചുപിടിക്കും. BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ശത്രുക്കൾ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്നും മുരളീധരൻ പറയുന്നു. LDF UDF തമ്മിലുള്ള മത്സരമാണ് ആഗ്രഹിക്കുന്നത്. BJPക്ക് വോട്ട് ചെയ്യുന്നവർ മാറി ചിന്തിക്കും. മിടുക്കനായതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് സരിനെ മത്സരിപ്പിച്ചത്. സരിൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റപ്പാലത്ത് വീണ്ടും മത്സരിപ്പിക്കുമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. എരുമപ്പെട്ടി നെല്ലുവായിൽ ബസ്സും സൈക്കിളും കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ ബസ്സും സൈക്കിളും കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. കുട്ടഞ്ചേരി സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്. രാവിലെ 7 മണിക്ക് കുട്ടഞ്ചേരി പാടത്തിന് സമീപത്തായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നാരായണൻകുട്ടിയെ എരുമപ്പെട്ടി ആഡ്സ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബലാത്സംഗ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ച് നടൻ സിദ്ദിഖ്. ബലാത്സംഗ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ച് നടൻ സിദ്ദിഖ്. യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ചാണ് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ടെന്നും പരാതിക്കാരി ഉന്നയിക്കാത്ത കാര്യങ്ങൾ പോലും പോലീസ് പറയുന്നുവെന്നും തനിക്കെതിരെ ഇല്ലാക്കഥകൾ മെനയുകയാണെന്നും സിദ്ദിഖ് മറുപടി വാദത്തിൽ വിമർശിച്ചു. തനിക്ക് ജാമ്യം ലഭിച്ചാൽ ഇരയ്ക്ക് നീതി ലഭിക്കില്ലെന്ന വാദം നിലനിൽക്കില്ല. കേസെടുക്കാനുണ്ടായ കാലതാമസത്തെക്കുറിച്ചുള്ള വിശദീകരണവും നിലനിൽക്കില്ല. WCC അംഗമായിട്ടും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതിക്കാരി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. തനിക്കെതിരെ മാധ്യമ വിചാരണയ്ക്ക് പോലീസ് അവസരമൊരുക്കുകയാണ്. താൻ മലയാള സിനിമയിലെ ശക്തനായ വ്യക്തിയല്ല. പ്രധാന കഥാപാത്രമായി താൻ ചുരുക്കം സിനിമകളിലാണ് അഭിനയിച്ചത്. ചെയ്തതിലധികവും സഹവേഷങ്ങളാണ്. ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. IAS തലപ്പത്തെ തർക്കത്തിൽ മുഖ്യമന്ത്രി കർശന തീരുമാനമെടുക്കുമെന്ന് മന്ത്രി K രാജൻ.
കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ ജാതി രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കാര്യലാഭത്തിന് വേണ്ടി എന്തും പറയുന്നുവെന്നും MV ഗോവിന്ദൻ. മലയാളി യുവാക്കളെ പെറുക്കിയെന്ന് അധിക്ഷേപിച്ചതിന് പിന്നാലെ മലയാളി ഏറ്റുമാർക്കെതിരെ സാഹിത്യകാരൻ B. ജയമോഹൻ. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലാണെന്ന് AK ബാലൻ. K. മുരളീധരൻ മാന്യനായ രാഷ്ട്രീയ നേതാവാണെന്ന് K. സുരേന്ദ്രൻ. പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കത്ത് നേരത്തെ തന്നെ വാട്സപ്പിൽ കിട്ടിയിരുന്നുവെന്ന് K. മുരളീധരൻ. ചേലക്കരയിൽ PV അൻവറിന്റെ DMKയുടെ പ്രതികാര റോഡ് ഷോയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.